ഹലോ ഗൈസ്, അപ്പം നമ്മളൊരു കുട്ടി ഡാൻസ് കളിക്കണം കാണുമ്പോൾ ചിലപ്പോൾ ഉള്ള ഡാൻസ് കളിക്കും. ഡ്രസ് അമ്മ എൻ്റെ ഉള്ളിൽ. ഹലോ ഗായ്സ്, ഞാൻ ആദ്യമായിട്ട് ലുലു. ഹലോ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് ലുലു പോവാണ്. നമസ്കാരം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ബ്ലിസ് ഫാമിലി. അപ്പോൾ ഇത്രയും നേരം കണ്ടില്ലേ, കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ ലുലു മാളിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നുള്ളത്. അപ്പോൾ മക്കളെ കൂട്ടി ഇതുവരെ ലുലു മാളിൽ പോയിട്ടില്ല. ഇനി അപ്പോൾ മക്കളായിട്ട് ഇന്ന് ആദ്യമായിട്ട് ലുലു മാളിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ത്രില്ലിലാണ്. അപ്പോൾ പോകാൻ വേണ്ടി ഇതുപോലെ അലമാരേൻ്റെ മുമ്പിൽ കുറേ നേരം നിങ്ങളുടെ മക്കളും ഇങ്ങനെ ഇരിക്കാറുണ്ടോ? ഡ്രസ്സ് നോക്കിയിട്ട് ഏതിടണം എന്നാലോചിച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും ആ ഡ്രസ്സ് നോക്കി എന്നാലും പറഞ്ഞു കൊടുക്കണം ഏതിടണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഡ്രസ്സൊക്കെ തന്നെയാണോ മക്കൾ ധരിക്കാറുള്ളത്? ഇവിടെ പറഞ്ഞു കൊടുത്താലും അതൊന്നും ഇടൂല്ല. അപ്പോൾ ഞങ്ങളിതാ ലുലു മാൾ എത്തിയിട്ടോ. വീണ്ടും ലുലുമാ രണ്ടാമത്തെ പ്രാവശ്യമാണ് ലുലു മാളിലേക്ക് കയറുന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് രാവിലെ ആയിരുന്നല്ലോ, ഒരു 11 മണിക്കായിരുന്നു പോയിട്ടുണ്ടായത്. ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു, നല്ല തിരക്കായിരുന്നു, എല്ലാ സ്ഥലത്തും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് മക്കളെയും കൂട്ടി വന്നതാട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ കയറുന്നത്. വൈകുന്നേരം ഒരു 5 മണി 5:30 ആയിട്ടുണ്ടാകും. എന്താ തിരക്കറിയോ? വൈകുന്നേരം വന്നപ്പോൾ നല്ല തിരക്ക്. പക്ഷേ റോഡ് നല്ല സുഖം ഉണ്ടായിരുന്നു പോകാൻ, ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല. ഒരേ സമയത്താണ്, ഭാഗ്യം പോലെ ഇരിക്കും. അന്ന് റോഡൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ബ്ലോക്ക് അത്. അപ്പോൾ എവിടെയാ അപ്പോൾ പാർക്ക് ചെയ്യാമെന്ന് നോക്കി ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ. ഇവിടെയൊക്കെ ഫുള്ളാണ്. ഇവിടെ ഇങ്ങനത്തെ സ്ഥലം കണ്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ? അതാ പുല്ല് വിരിച്ച് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അന്ന് വന്നപ്പോൾ അതൊന്നും കണ്ടില്ലായിരുന്നു. അന്ന് എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറാനുള്ള ഇതിലല്ലേ, അപ്പം പുറമേങ്കിലും നോക്കിയില്ല. പക്ഷേ വൈകുന്നേരം വരുന്നത് വേറൊരു വൈബാണ് അല്ലേ. വൈകുന്നേരം വരുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനും ഒക്കെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടോ ഒരു സ്ഥലം കിട്ടി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ സ്ഥലത്തുനിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, എത്രയാ ആൾക്കാർ. ലുലു മാളിലെ ആ ബ്രാൻഡ് നെയിമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ആൾക്കാർ. അപ്പോൾ കുറേ എൻട്രൻസ് ഉണ്ട് ഇതിനുള്ളിലേക്ക് കയറാനായിട്ട്. കുറേ ഒന്നുമില്ല, ആകെ 3 എണ്ണം ഉള്ളൂ. 3 എണ്ണം കുറേ അല്ലേ? കുറേ പറയുമ്പോൾ കുറേ വിചാരിക്കൂല ആൾക്കാർ. അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രണ്ടിൽ കൂടെ കയറാന്ന് വിചാരിച്ചു. അന്ന് നമ്മൾ സൈഡിൽ കൂടെയാണ് കയറിയത്. ബാക്കിൽ കൂടെ കയറിയ പരിചയമുള്ളത് അല്ലേ, കള്ളന്മാരെ സ്വഭാവം. അത് നിങ്ങൾ പോണ വഴിയല്ലേ ഞാനും വരിക. അപ്പൊ ചെണ്ടക്കോട്ടൊക്കെ നടക്കുന്നുണ്ട്. അതെന്താ അവിടെ? ആൾക്കാരെ ആകർഷിക്കുക പെട്ടെന്ന്, അതിന് വേണ്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ ഉള്ളിലെത്തിയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നേ. അന്ന് പോയാലും നല്ല തിരക്ക് ഇന്ന് വൈകുന്നേരം പോയപ്പോൾ ഉണ്ട്. അതങ്ങനെ ഉണ്ടാവും, തിരക്കുണ്ടാവും. ഒന്നാമത് ഹോളിഡേ അല്ലേ ഇന്നെന്താ ദിവസം തനി? ശനിയാഴ്ച. അതാണ്, വീക്കെൻഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളിലെത്തിയിട്ട് ഇപ്പോൾ ആദ്യം ഇപ്പോൾ എങ്ങോട്ടാണ് കയറുക എന്നുള്ള ഇതിലാണ്. പക്ഷേ ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ കാണാനായിട്ടുള്ളൂ കാര്യമായിട്ട്. ഹൈപ്പർ മാർക്കറ്റ് എന്നാ കുറച്ച് കാണാണ്ട് കേട്ടോ, വലിയ സംഭവം അത്. ഇവിടെയൊക്കെ ആൾ നിറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ചെറിയൊരു ട്രോളി ഇന്നും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടാലെടുക്കാം പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം വാങ്ങിയതല്ലേ കുറേ ഒന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല. അന്ന് എന്ത് വാങ്ങിയത്? അപ്പോൾ മക്കൾക്ക് ഇനി എന്തെങ്കിലും വേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ട്രോളി എടുത്തപ്പോൾ ഇല്ലേ, അവിടെ ട്രോളികളുടെ തല്ലാണ്. ഇനി ഇത് നിയന്ത്രിക്കാൻ ഏതെങ്കിലും ട്രാഫിക് പോലീസിനെ വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശ്രവ്യത ഓള ലോകത്തിലേക്ക്. ഓക്കെ, ഇതൊക്കെയാണ് കാര്യമായിട്ട് വേണ്ടത്. പെൻസിൽ കളർ ചെയ്യാനുള്ള സാധനങ്ങൾ. അതെന്താ, വാട്ടർ കളറോ? വാട്ടർ കളർ. അതിന്റെ മുകളിലേക്ക് വേറെ ഒന്നും നോക്കില്ല. പിന്നെ അവർക്ക് വേണ്ട സാധനമാണ് എന്ത്, ബിസ്ക്കറ്റ്. ഒക്കെ ഇങ്ങനെ നോക്കാന്നല്ലാണ്ട് ഒന്നും എടുക്കണമൊന്നുമില്ല. വെറുതെ നോക്കിയാൽ ചീത്ത പറയോ വിചാരിച്ച് പേടിച്ചിട്ടാണ്. അപ്പോൾ ഇതാ മിഠായിൻ്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. പൂച്ച കാവലിരിക്കണാരി എന്തെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ട്. അപ്പോൾ ശ്രവ്യമോക്ക് നല്ല സാമർത്ഥ്യമാണ്. എന്ത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് അങ്ങനെ കൈക്കലാക്കും. അത് പൊതുവേ ചെറിയ കുട്ടികളെ സ്വഭാവം തന്നല്ലേ അല്ലേ, എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നല്ലേ. ചെറിയ കുട്ടികൾക്ക് ഭയങ്കര വികൃതിയായിരിക്കും. അലുവ കണ്ടോ, കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ടേ. വാട്ടർമെലൻ്റെ അലുവയൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. പിന്നെ ഫസ്റ്റ് ഡേ വന്നപ്പോൾ കാണാത്ത കുറേ സ്ഥലങ്ങൾ ഇന്ന് കണ്ട്, കുറേ ഏരിയകൾ. അന്ന് കണ്ട സ്ഥലം ഇന്ന് കണ്ടിട്ടുമില്ല. അന്ന് കണ്ട സ്ഥലം ഇന്ന് കണ്ടിട്ടുമില്ല. അന്ന് കാണാത്ത, അതുകൊണ്ട് നമ്മൾ കുറേയൊക്കെ കണ്ട് അന്നും ഇന്നും കൂടെ കൂട്ടിയിട്ട്. കണ്ടില്ല മക്കൾക്ക്. പിന്നെ ഓർക്ക് മക്കളാണ് മക്കള്. ഓർക്ക് പിന്നെ തിന്നാൻ കിട്ടിയാൽ മതി. പോകുമ്പോഴും അതാ പറഞ്ഞത്, തിന്നാൻ എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി എന്നാ പറഞ്ഞത്.
അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ പകച്ച് നിൽക്കുകയാണ് ആ മുകളിലേക്ക് കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് അപ്പം മക്കൾക്ക് തിന്നാനൊക്കെ കൈ കിട്ടിക്കുന്നത് അതിനെ കൊണ്ട് മുകളിലേക്ക് ഒന്നും കയറിയില്ല ഞങ്ങൾ അപ്പം അത് ഇവിടെ അതാ കവറ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയാണ് ആര് പിടിക്കും ഞാൻ പിടിക്കാം അപ്പോൾ ഓക്ക് മറ്റോക്ക് പിടിക്കണം അങ്ങനെ ഇവിടെ ഒന്നും തള്ളങ്ങൾക്ക് ആർക്കെങ്കിലും പിടിക്കാൻ ആളെ വേണമെങ്കിൽ അവരെ കൊണ്ടുപോയിക്കോളിട്ടാ. പിന്നെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ലൈറ്റിന്റെ ഭംഗിയൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. അന്ന് പിന്നെ ഉച്ച നേരം അതിനെ കൊണ്ട് ഇതൊന്നും കണ്ടില്ല. അപ്പൊ രാത്രി ആയപ്പോ ഇത് വേറൊരു വൈബാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗൾഫ് പ്രതീതി ഉണ്ട് അല്ലേ? ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ തിരിഞ്ഞ് കളിച്ച് ആ ലൈറ്റൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ആ പൂക്കളൊക്കെ കണ്ടില്ലേ. അപ്പോൾ രാത്രി ലുലു മാളിൽ പോകാത്ത ആൾക്കാരുണ്ടോ? പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വേറെ കാണാനൊന്നുമില്ല. ഒരു പ്രാവശ്യം വരാനൊക്കെ ഉള്ളൂ. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ മക്കൾക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂട്ടി വന്നതാണ്. അവർക്ക് ഹൈലൈറ്റ് മാളാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഹൈലൈറ്റ് മാൾ പോകാനാണ് ഇത് കണ്ടപ്പോൾ അവർക്ക് ഹൈലൈറ്റ് മാൾ തന്നെയാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. എന്താ കളിക്കാനൊക്കെ സൗകര്യം ഉണ്ട്. അവിടെ ഓടി കളിക്കുക, ഇവിടെ അതിന് പറ്റൂല. നല്ല തിരക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി വീട്ടിലേക്ക് നേരെ തിരിച്ച്. വിശക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എപ്പോഴും വിശപ്പല്ലേ ഉള്ളൂ. അന്നും ഉണ്ട് ഇനി വിശപ്പ്. നിങ്ങൾക്ക് വിശന്താൽ ഞങ്ങൾക്ക് കൂടാണ്, ഞങ്ങൾക്കും കിട്ടും. അപ്പൊ അതാ വാങ്ങിയ ക്രൂയിസ് തന്നെ ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും എടുത്ത്. അയ്യോ എല്ലാം പുറത്തു പോയല്ലോ. ഇങ്ങനെ തുറക്കിയത് വിശപ്പിന്റെ ആക്രാന്തം എന്നാ അതിന് പറയാ. കത്തിണ്ട് ഞാൻ കണ്ടില്ലല്ലോ. കാറില് ആക്രാന്തം കൊണ്ട് തുറന്നതാണ് വിശപ്പിലെ. അപ്പോൾ അതാ എല്ലാം കൂടെ തെറിച്ച് അങ്ങോട്ട് വീണ്. അപ്പോൾ ഞങ്ങൾ അതും കഴിച്ചു കഴിഞ്ഞ് അത് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കഴിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ കണ്ടില്ലേ, ഇന്ന് ബ്ലോക്കേ ഇല്ല. ലീവായാലും ഇന്ന് ശനിയാഴ്ച ആയിട്ട് പോലും ഇവിടെ തിരക്കില്ല. ഈ ഭാഗത്ത് അല്ലെങ്കിലേ പൊതുവേ ലുലുമാള് വന്നില്ലെങ്കിലും ഇവിടെ പണ്ടേ ബ്ലോക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.